അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാ അഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹാദരനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നംൽ 27-ാം അധ്യായം 41 വരെയുള്ള വചനങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ശ്രവിച്ചത്. അതിൽ സുലൈമാൻ നബി അലൈഹി സ്വലാം ബിൽഖീസ് രാജ്ഞിയിലേക്ക് കത്തയക്കുകയും അതടിസ്ഥാനത്തിൽ ചില ദൂതന്മാരെ സമ്മാനവുമായി കൊണ്ട് സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ അടുക്കൽ വിടുകയും അങ്ങനെ ആ സമ്മാനങ്ങളൊന്നുമല്ല സുലൈമാൻ നബി അലൈഹി സ്വലാം ആഗ്രഹിച്ചത് എന്നും, നിങ്ങൾ ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ അടുക്കൽ എത്തിയിട്ടില്ല എങ്കിൽ ആ നാടിനെ ആക്രമിക്കുമെന്നും അവിടെയുള്ള ആളുകളെ നിന്ദ്യരാക്കുകയും അവിടെ പിടിച്ചെടുക്കുകയും ചെയ്യുമെന്നൊക്കെയുള്ള വാർത്തകൾ അവിടെ പറഞ്ഞപ്പോൾ ദൂതന്മാർ തിരിച്ച് സബയിലെ രാജ്ഞിയുടെ അടുക്കൽ, ബിൽഖീസിൻ്റെ അടുക്കൽ വന്ന് വാർത്ത അറിയിക്കുകയും അതടിസ്ഥാനത്തിൽ മുസ്ലിമായിക്കൊണ്ട് സൈന്യവുമായിക്കൊണ്ട് നേരെ സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ അടുക്കൽ തിരിച്ച് മടങ്ങി പോകുന്ന ഒരു സന്ദർഭത്തിൽ ഇതറിഞ്ഞ സുലൈമാൻ നബി അലൈഹി സ്വലാം തൻ്റെ പ്രജകളെ വിളിച്ചുകൂട്ടി, പ്രധാനികളായ ആളുകളെ വിളിച്ചുകൂട്ടി അവിടെ നടന്ന ചർച്ച. ബിൽഖീസിന് ഇങ്ങനെ ഒരു വലിയ സിംഹാസനമുണ്ട്, വലഹ അർഷുൻ അദീം എന്ന് പറഞ്ഞ സംഭവം നേരത്തെ ആയത്തുകളിൽ നമ്മൾ മനസ്സിലാക്കി. ആ സിംഹാസനത്തെ അവർ ഇവിടെ എത്തുന്നതിന് മുമ്പ് ഇവിടെ നിങ്ങളിൽപ്പെട്ട ആരാണ് കൊണ്ടെത്തിക്കുക എന്ന് ചോദിച്ചു. അങ്ങനെ ചോദിച്ചപ്പോൾ ഇഫ്രീത്തു മിനൽ ജിന്നിൽപ്പെട്ട ഒരു മല്ലൻ പറഞ്ഞു, നിങ്ങൾ ഈ ഇരിപ്പിടത്തിൽ നിന്ന് എണീക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ആ സിംഹാസനം ഇവിടെ എത്തിച്ചു തരാം എന്ന് പറഞ്ഞപ്പോൾ അതല്ല, അതിനേക്കാൾ വേഗത്തിൽ ആര് കൊണ്ടുവരും എന്ന ചർച്ചയിൽ തിരിച്ച് വേറൊരാൾ പറഞ്ഞു, താങ്കളുടെ കണ്ണൊന്ന് അടച്ചു തുറക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒരു വസ്തുവിലേക്ക് നോക്കി ആ വസ്തുവിലേക്ക് നോക്കിയ ദൃഷ്ടി തിരിച്ചെടുക്കുന്നതിന് മുമ്പ് താങ്കൾക്ക് ഞാൻ ആ സിംഹാസനം ഇവിടെ എത്തിച്ചു തരാം എന്ന് പറയുന്നു. അപ്പോൾ ഇത് പറഞ്ഞതാരാണ് എന്നൊക്കെയുള്ള ചർച്ചകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കി. അതിൽ അവസാനം ഇമാം റാസി റഹ്മഹുല്ല പറഞ്ഞത് അത് സുലൈമാൻ നബി അലൈഹി സ്വലാം തന്നെയാണ് എന്ന് സ്ഥിരപ്പെടുത്തുന്ന രൂപത്തിൽ ചില ചർച്ചകൾ നമ്മൾ മനസ്സിലാക്കി. ഏതിരുന്നാലും സിംഹാസനം അവിടെ എത്തി. സബയിലെ രാജ്ഞിയും സൈന്യവും മുസ്ലിമായിക്കൊണ്ട് സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ അടുക്കൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ അടുക്കൽ എത്തിയപ്പോൾ സബയിലെ രാജ്ഞിയോട് സുലൈമാൻ നബി അലൈഹി സ്വലാം ചോദിക്കുന്ന ഒരു ചോദ്യവും അതിനുശേഷം നടക്കുന്ന ചില സംഭവ വികാസങ്ങളുമാണ് ഇനിയുള്ള ആയത്തുകളിൽ നമുക്ക് പഠിക്കാനുള്ളത്. 42-ാമത്തെ ആയത്ത് നമുക്ക് ശ്രവിക്കാം. فلما جاءت قيل أهكذا عرشك قالت كأنه هو وأوتينا العلم من قبلها وكنا مسلمين. ഫലമ്മ ജാഅത്ത്, അവൾ വന്നപ്പോൾ, അതായത് ബിൽഖീസ് രാജ്ഞി സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ അടുക്കൽ എത്തിയപ്പോൾ, ഖീല, അവളോട് പറയപ്പെട്ടു, അഹാകദ അർഷുക്കി, ഇതുപോലെയാണോ നിങ്ങളുടെ അർഷ് സിംഹാസനം? അതായത് ബിൽഖീസ് രാജ്ഞിയുടെ അതേ സിംഹാസനം ചൂണ്ടിക്കാണിച്ചിട്ട് ഇതുപോലെയാണോ നിങ്ങളുടെ സിംഹാസനം എന്ന് സുലൈമാൻ നബി അലൈഹി സ്വലാം ചോദിക്കുകയാണ്. യമനിൽ കോട്ടയ്ക്കുള്ളിൽ പൂട്ടിയിട്ട ആ സിംഹാസനം എങ്ങനെ ഇവിടെ എത്തി? ആ ഒരു ചിന്തയോടെയാണ് സുലൈമാൻ നബി അലൈഹി സ്വലാം അവിടെ പരിശോധിക്കുന്നത്. ഇതാണോ നിങ്ങളുടെ അർഷ്? ഖാലത്ത്, അപ്പോൾ അവർ പറഞ്ഞു, കഅന്നഹു ഹുവ, അതുപോലെയാണ് എന്ന് ബിൽഖീസ് രാജ്ഞി തിരിച്ചു മറുപടി പറയാണ്. വഊതീനൽ ഇൽമ മിൻ ഖബലിഹ, എന്നിട്ട് ബിൽഖീസ് രാജ്ഞി തിരിച്ചു പറയാണ്, ഇതിനെക്കുറിച്ചുള്ള അറിവ് എനിക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട്. കാരണം ഒരു കൂട്ടം സൈന്യത്തെ, ദൂതന്മാരെ സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ അടുക്കൽ ആദ്യമേ എത്തിച്ചു തന്നല്ലോ. എന്നിട്ട് അവിടുത്തെ വാർത്തകൾ അറിയാൻ വേണ്ടി, അവിടുത്തെ അവസ്ഥകൾ പരിശോധിക്കാൻ വേണ്ടി കുറേ സമ്മാനങ്ങളുമായിക്കൊണ്ട് സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ അടുക്കൽ ആ ഒരു ദൂതന്മാർ വന്നു. എന്നിട്ട് ആ സമ്പാദ്യമല്ല സുലൈമാൻ നബി അലൈഹി സ്വലാം ആഗ്രഹിച്ചതും അത് സുലൈമാൻ നബി അലൈഹി സ്വലാമിന് ആവശ്യമില്ല എന്നതും അതുപോലെ തന്നെ അവർ ഇസ്ലാമിലേക്ക് കടന്നു വരണമെന്നുള്ളതുമൊക്കെയാണ് സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ ആവശ്യമെന്ന് തിരിച്ചറിഞ്ഞ ഈ ഒരു സൈന്യം തിരിച്ച് ബിൽഖീസിൻ്റെ അടുക്കൽ പോയി അവിടുത്തെ അവസ്ഥകൾ ബോധ്യപ്പെടുത്തി. അപ്പോൾ മനസ്സിലായി ഇത് ഒരു നിസാര കാര്യമല്ല, സുലൈമാൻ നബി അലൈഹി സ്വലാം ആവശ്യപ്പെടുന്നത് അത് ദുനിയാവല്ല എന്ന് തിരിച്ചറിയുകയും സുലൈമാൻ എന്നതൊരു സാധാരണ മനുഷ്യനല്ല, വഹി നൽകപ്പെടുന്ന മനുഷ്യനാണ് എന്ന്
തിരിച്ചറിഞ്ഞ അടിസ്ഥാനത്തിലാണ് അവർ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ചില അത്ഭുത സംഭവങ്ങൾ നടന്നാൽ അത് സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിലൂടെ നടന്നതാണ് എന്നത് ബോധ്യപ്പെടുകയാണ്. യമനിലെ കോട്ടയ്ക്കുള്ളിൽ സ്ഥാപിച്ചിരുന്ന ആ സിംഹാസനം എങ്ങനെ ഇവിടെ എത്തി? അവർ അവിടെ നിന്ന് നടന്ന് അല്ലെങ്കിൽ യാത്ര ചെയ്ത് ഇവിടെ എത്തുന്നതിന് മുമ്പ് എങ്ങനെ എത്തി? അതൊരു ചോദ്യമാണ്. ആ ഒരു ചോദ്യം അവരുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങിയത് ഇത് സാധാരണ മനുഷ്യനല്ല. അതുകൊണ്ട് തന്നെ ആ വഹി ഇറങ്ങുന്ന മനുഷ്യരിൽ വിശ്വസിക്കണം. ആ ആയത്തിൻ്റെ അവസാന ഭാഗം പറഞ്ഞത് വക്കുന്ന മുസ്ലിമീൻ, ഞങ്ങൾ മുസ്ലിമായിരിക്കുന്നു എന്നാണ്. അതുവരെ സൂര്യനെ ആരാധിച്ചിരുന്നവർ ഈ ദൃഷ്ടാന്തങ്ങളൊക്കെ കണ്ടപ്പോൾ അവർക്ക് ബോധ്യപ്പെട്ടു ഇസ്ലാമാണ് സത്യമെന്ന്. അപ്പോൾ അവർ പറയുകയാണ് വക്കുന്ന മുസ്ലിമീൻ, ഞങ്ങൾ മുസ്ലിമായിക്കൊണ്ടാണ് താങ്കളുടെ അടുക്കലേക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത്. ആ സമയത്ത് വീണ്ടും അവിടെ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് ബിൽഖീസ് രാജ്ഞിയോട്. അതാണ് 43-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ എടുത്തു പറയുന്നത്. ആ ആയത്ത് നിങ്ങൾക്ക് കേൾക്കാം. وصدها ما كانت تعبد من دون الله إنها كانت من قوم كافرين. വസദ്ദഹ, അവളെ തടയുകയും ചെയ്തു. എന്തിൽ നിന്ന്? മാ കാനത്ത് തഅബുദു മിൻ ദൂനില്ല, അള്ളാഹുവിന് പുറമെ ആരാധിച്ചു കൊണ്ടിരുന്ന എല്ലാത്തിനെയും അവിടെ തടയുകയാണ്. മുസ്ലിമാണ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അതിനൊരർത്ഥമില്ല. അള്ളാഹുവിനെ മാത്രം പ്രാർത്ഥിക്കുക, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക, അള്ളാഹുവിന് മാത്രം ഇബാദത്തുകൾ അർപ്പിക്കുക, അതാണ് യഥാർത്ഥ മുസ്ലിം. അതല്ലാതെ അള്ളാഹുവിൽ വിശ്വാസമുണ്ടെന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള എല്ലാ സൃഷ്ടികളെയും വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അല്ലെങ്കിൽ അമ്പിയാക്കന്മാരെയും ഔലിയാക്കന്മാരെയും വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ അവൻ യഥാർത്ഥ മുസ്ലിമല്ല, അവൻ മുശ്രിക്കാണ്. ഇവിടെ സുലൈമാൻ നബി അലൈഹി സ്വലാം അവളെ തടയുകയാണ്. അവൾ മുമ്പ് സൂര്യനെ ആരാധിച്ചിരുന്നു, അവരുടെ നാട്ടുകാർ വിഗ്രഹത്തെ ആരാധിച്ചിരുന്നു, അതിന് സുജൂദ് ചെയ്തിരുന്നു. അത് തടയുകയാണ് സുലൈമാൻ നബി അലൈഹി സ്വലാം ചെയ്യുന്നത്. ഇന്നഹ കാനത്ത് മിൻ ഖൗമിൻ കാഫിരീൻ, മുമ്പ് നിഷേധിയായിരുന്നു, അതുകൊണ്ടാണ് ഇവിടെ തടയുന്നത്. ഇപ്പോൾ മുസ്ലിമാണ് എന്നിരിക്കെ തന്നെ അള്ളാഹുവിന് പുറമെ ഒന്നിനെയും ആരാധിക്കാൻ പാടില്ല. അത് തടയുകയാണ് സുലൈമാൻ നബി അലൈഹി സ്വലാം ഇവിടെ ചെയ്യുന്നത്. 24-ാമത്തെ ആയത്ത് നമ്മൾ വിശദീകരിച്ചപ്പോൾ അവരുടെ മുൻപത്തെ അവസ്ഥ നമ്മൾ വിശദീകരിച്ചതാണ്. ഹുദ്ഹുദ് എന്ന് പറയുന്ന പക്ഷി സബയിലെ വാർത്തയുമായി കൊണ്ട് സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ അടുക്കൽ വരുമ്പോൾ അവരുടെ പ്രശ്നം പറഞ്ഞത് അവർ സൂര്യനെ സുജൂദ് ചെയ്യുന്നവരാണ്, സൂര്യനെ ആരാധിക്കുന്നവരാണ്. അതവരുടെ പ്രശ്നമായി കൊണ്ട് എടുത്തു പറഞ്ഞു. സബയിലെ രാജ്ഞിയും സൈന്യവും അള്ളാഹുവിന് പുറമെ ആരാധിക്കുന്നതിനെ അവിടെ തടയുകയാണ് ചെയ്തിട്ടുള്ളത്. ശേഷമുള്ള വിഷയങ്ങൾ, ഒരു വലിയൊരു അതിഥിയാണ്, ഒരു ഭരണാധികാരിയാണ്, അവർ തങ്ങളുടെ അടുക്കലേക്ക് വരുമ്പോൾ വേണ്ട രൂപത്തിൽ ട്രീറ്റ് ചെയ്യണം. അങ്ങനെ അതിഥിയെ സൽക്കരിക്കുവാനുള്ള മറ്റു കാര്യങ്ങളാണ് ഇനിയുള്ള ആയത്തുകളിൽ നമുക്ക് കാണാനുള്ളത്. 44-ാമത്തെ ആയത്ത് നമുക്ക് ശ്രവിക്കാം. قيل لها ادخل الصرح فلما رأته حسبته لجة وكشفت عن ساقيها قال إنه صرح ممرد من قوارير قالت رب إني ظلمت نفسي وأسلمت مع سليمان لله رب العالمين. ഖീല ലഹ, അവളോട് പറയപ്പെട്ടു, ഇദ്ഖുലി, നീ പ്രവേശിച്ചു കൊള്ളുക, അസ്സർഹ, കൊട്ടാരത്തിൽ. ഫലമ്മ, അങ്ങനെ അതിൽ പ്രവേശിക്കാൻ വേണ്ടി പോയപ്പോൾ റഅത്ഹു, അവൾ കണ്ടിരിക്കുന്നു, ഹസിബത്ഹു, അവൾ മനസ്സിലാക്കി കണക്കാക്കുകയും ചെയ്തു, ലുജ്ജത്തൻ, അതൊരു ജലാശയമാണ് എന്ന്. ആ കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി പോകുമ്പോൾ അവർ വിചാരിച്ചു അതൊരു ജലാശയമാണ് എന്ന്. അങ്ങനെ വക്കശഫത്ത്, അവൾ വെളിവാക്കി നീക്കുകയും ചെയ്തു, അൻസാഖൈഹ, അവരുടെ വസ്ത്രം ഇരു കണങ്കാലുകളിൽ നിന്നും ഉയർത്തി, മുകളിലേക്ക് ഉയർത്തി, വെള്ളമാകാതിരിക്കാൻ വേണ്ടി. അപ്പോൾ സുലൈമാൻ നബി അലൈഹി സ്വലാം പറയുന്നത് ഖാല ഇന്നഹു സർഹുൻ, തീർച്ചയായും അത് കൊട്ടാരമാകുന്നു, മുമറദുൻ, അത് മിനുസമാക്കപ്പെട്ടിരിക്കുകയാണ്. എന്തുകൊണ്ട്? മിൻ ഖവാരീരി, പളുങ്കിനാൽ അത് മിനുസമാക്കപ്പെട്ടിരിക്കുകയാണ്. ഖാലത്ത്, ആ സമയത്ത് അവൾ പറയുകയാണ്, ബിൽഖീസ് പറയുകയാണ്, റബ്ബി ഇന്നി ളലംതു നഫ്സി, തീർച്ചയായും ഞാൻ എന്നോട് അക്രമം ചെയ്തവളാണ്.
സ്വന്തത്തിന് തന്നെ അക്രമം പ്രവർത്തിച്ചവളാണ്. വ അസ്ലം തുമ സുലൈമാന, സുലൈമാനോടൊപ്പം ഞാനും ഇതാ കീഴ്വണങ്ങിയിരിക്കുന്നു ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹുവിൽ കീഴൊതുങ്ങിയിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട വിഷയം വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞത്, ആ കൊട്ടാരമെന്നുള്ളത് പളിങ്കിനാൽ മിനുസപ്പെടുത്തിയിരിക്കുകയാണ്. അതിൻ്റെ അടിഭാഗത്ത് വെള്ളം നിറച്ച് അവിടെ കുറേ മത്സ്യങ്ങളും മറ്റും ഇട്ട് അതിനുശേഷം അതിൻ്റെ മുകളിൽ സ്ഫടികം കൊണ്ട് വിധാനം ചെയ്ത് അങ്ങനെ ഒരു സജ്ജീകരണമാണ് ആ ഒരു കൊട്ടാരത്തിലുള്ളത്. ഭയങ്കരമായ ഒരു സജ്ജീകരണമായിരുന്നു സുലൈമാൻ നബി അലൈഹി സ്വലാം നടത്തിയത്. പളിങ്കിനാൽ മിനുസപ്പെടുത്തി അത് ഏറ്റവും നല്ല മനോഹരമായ രൂപത്തിൽ അതിനെ സജ്ജീകരിച്ചു. അതുകൊണ്ടാണ് ഒറ്റ നോട്ടത്തിൽ അതൊരു ജലാശയമാണോ എന്ന് പറഞ്ഞ് കണങ്കാലിൻ്റെ മുകളിലേക്ക് തങ്ങളുടെ വസ്ത്രം പൊക്കിയത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. അത്ര നല്ല മിനുസമാക്കപ്പെട്ട ഒരവസ്ഥയിൽ അതിൻ്റെ നിലത്തുള്ള ഭാഗം അത് ഭംഗിയാക്കിയിരുന്നു എന്ന് നമുക്ക് തഫ്സീറുകളിൽ കാണുവാൻ സാധിക്കും. സുലൈമാൻ നബി അലൈഹി സ്വലാം അദ്ദേഹത്തിലേക്ക് വന്ന ആ ഒരു അതിഥി വിശിഷ്ട അതിഥിയാണ്, ഒരു സഭയിൻ്റെ ഭരണാധികാരിയാണ്. ആ ഭരണാധികാരി ഗസ്റ്റായിക്കൊണ്ട് വരുമ്പോൾ സ്വാഭാവികമാണ് ഒരു അതിഥിയെ സൽക്കരിക്കുക എന്നത് വിശ്വാസിയുടെ ഭാഗമാണ്. അതും ഒരു പ്രത്യേകമായ ഒരു അതിഥിയാകുമ്പോൾ അതിന് വാല്യൂ കൂടുമ്പോൾ അതിൻ്റേതായ രൂപത്തിൽ അവരെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളത് ഈ ആയത്തുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ പ്രത്യേകമായ ഒരു വസതിയിലേക്ക് സഭയിൽ നിന്ന് വന്ന രാജ്ഞിയെ പ്രവേശിപ്പിക്കുന്നു. ആ സമയത്ത് അവർ കണ്ട കാഴ്ചകൾ, അവർ കണ്ട അത്ഭുതങ്ങൾ, അത് കണ്ടിട്ട് ഒന്നുകൂടെ മനസ്സിരുത്തി ഇസ്ലാമിനെ ഉച്ചത്തിൽ അത് പ്രഖ്യാപിക്കുകയാണ്. അതാണ് ആയത്തിൻ്റെ അവസാനത്തിൽ കാണുന്നത്. ഖാലത്ത് റബ്ബി, എൻ്റെ റബ്ബേ, എൻ്റെ രക്ഷിതാവേ, ഇന്നി ളലംതു നഫ്സി, ഞാൻ എൻ്റെ സ്വന്തത്തോട് തന്നെ അക്രമം പ്രവർത്തിച്ചിരിക്കുകയാണ്. ഞാൻ എൻ്റെ സ്വന്തത്തിനോട് തന്നെ അക്രമം പ്രവർത്തിച്ചു. വ അസ്ലംതു മഅ സുലൈമാൻ, സുലൈമാൻ നബി അലൈഹിസ്സലാം ഏതൊരു റബ്ബിൽ കീഴൊതുങ്ങിയോ, ഏതൊരു രൂപത്തിൽ അനുസരിച്ചിട്ടുണ്ടോ ആ രൂപത്തിൽ കീഴൊതുങ്ങി അനുസരിച്ചുകൊണ്ട് ഞാനിതാ ലോകരക്ഷിതാവായ റബ്ബിന് ഞാൻ കീഴൊതുങ്ങിക്കൊണ്ട് മുസ്ലിമായിരിക്കുന്നു. വ അസ്ലംതു, ഞാൻ അനുസരിച്ചിരിക്കുന്നു, മുസ്ലിമായിരിക്കുന്നു, കീഴൊതുങ്ങിയിരിക്കുന്നു ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹുവിന് ഞാനിതാ കീഴൊതുങ്ങിയിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയാണ്. അപ്പം ഇത് സത്യം നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട സമയത്ത് അഹങ്കരിക്കാതെ അവർ സ്വീകരിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഈ ഒരു വിശ്വാസം അംഗീകരിക്കുന്നതിലൂടെ 3 കാര്യങ്ങൾ കൂടി അംഗീകരിക്കാൻ നിർബന്ധമാകുന്നുണ്ട്. അതിലൊന്നാമത്തത് സുലൈമാൻ നബിയുടെ നുബുവത്താണ്. സുലൈമാൻ നബി ഒരു നബിയാണ് എന്ന് അംഗീകരിക്കണം. അതോടൊപ്പം സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ റിസാലത്താണ്. സുലൈമാൻ നബി അലൈഹി ഇസ്ലാം എന്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ, സമൂഹത്തെ പഠിപ്പിച്ചിട്ടുണ്ടോ, അതൊക്കെ അംഗീകരിക്കണം, അതൊക്കെ വിശ്വസിക്കണം, അതൊക്കെ ആചരിക്കുകയും വേണം. മൂന്നാമത്തത് സുലൈമാൻ നബി ഒരു രാജാവാണ്. ആ രാജാവിൻ്റെ രാജഭരണത്തിന് കീഴൊതുങ്ങണം. മറ്റൊരു രാജ്യത്തിൻ്റെ രാജാവാണെങ്കിൽ പോലും ഇസ്ലാമായിക്കൊണ്ട് കടന്നു വന്നു കഴിഞ്ഞാൽ സുലൈമാൻ നബി എന്ന രാജാവിൻ്റെ രാജപദവിക്ക് കീഴൊതുങ്ങിക്കൊണ്ടായിരിക്കണം കഴിയേണ്ടത്. ഇത് 3 അംഗീകരിക്കണം. അത് 3 അംഗീകരിച്ചുകൊണ്ട് സഭയിലെ രാജ്ഞി കീഴൊതുങ്ങുകയാണ് ചെയ്തിട്ടുള്ളത്. അവിടെ നിന്ന് ബാക്കിയുള്ള സംഭവ വികാസങ്ങൾ എന്താണ് എന്ന് വിശുദ്ധ ഖുർആനിൽ പരാമർശിച്ചതായി കൊണ്ട് നമുക്ക് കാണാൻ സാധ്യമല്ല. അത് എന്താണ് അവിടെ പിന്നീട് നടന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. ചില പൗരാണികമായ ഗ്രന്ഥങ്ങളിൽ, ബൈബിൾ പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ സുലൈമാൻ നബി അലൈഹി സ്വലാം ബിൽഖീസ് രാജ്ഞിയെ വിവാഹം കഴിച്ചു എന്നുള്ള ചരിത്രങ്ങളൊക്കെ ഉണ്ട്. അള്ളാഹു അലം അതിൻ്റെ മറ്റു ഡീറ്റെയിൽസുകൾ, കൂടുതൽ വിവരങ്ങൾ അള്ളാഹുവിനറിയാം. ഇനി അടുത്ത സംഭവമാണ് സമൂദ് ഗോത്രത്തിലേക്ക് സ്വാലിഹ് നബി അലൈഹി സ്വലാമിനെ അയച്ചതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് തൊട്ടടുത്ത വചനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. 45-ാമത്തെ വചനം നമുക്ക് ശ്രവിക്കാം. ولقد أرسلنا إلى ثمود أخاهم صالحا أن اعبدوا الله فإذا هم فريقان يختصمون. വലഖദ് അർസൽന, വലഖദ് തീർച്ചയായും, അർസൽന നാം അയച്ചിരിക്കുന്നു, ഇലാ സമൂദ സമൂദ് ഗോത്രത്തിലേക്ക്, അഖാഹും അവരുടെ സഹോദരനായ സ്വാലിഹൻ സ്വാലിഹിനെ അയച്ചിരിക്കുന്നു. അനഅ്ബുദുല്ലാഹ്, എന്തിനാ അയച്ചത്? അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, അള്ളാഹുവിനോട് മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണം എന്ന തൗഹീദുമായി കൊണ്ടാണ്
അയച്ചിരിക്കുന്നത്. ഫഇദാഹും ഫരീഖാൻ, അങ്ങനെ അവരിലേക്ക് ഈ ദൂതനെ അയച്ചപ്പോൾ അവിടെ 2 കക്ഷികളായി മാറി, 2 വിഭാഗമായി അവർ മാറി. യഖ്തസിമൂൻ, തർക്കിക്കുന്നവരായിക്കൊണ്ട്, വഴക്കിടുന്ന ആളുകളായിക്കൊണ്ട് അവർ മാറി എന്നതാണ്. ഇവിടെ സമൂദ് ഗോത്രത്തിലേക്ക് സ്വാലിഹ് നബി അലൈഹിസ്സലാമിനെ നിയോഗിക്കുന്നു. സമൂദ് ഗോത്രം വിഗ്രഹ ആരാധനയിൽ മുഴുകിക്കഴിയുന്ന ആളുകളാണ്. അള്ളാഹുവിനോട് മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ അന്ന് വരെ ഒരു ഏകാഭിപ്രായത്തിൽ പല വിഗ്രഹങ്ങളെയും ആരാധിക്കുന്ന ബഹുദൈവ വിശ്വാസികളായ ആളുകൾക്ക് പ്രശ്നമില്ല. പക്ഷേ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, ഈ ആരാധിക്കപ്പെടുന്ന ദുർമൂർത്തികളെ വെടിയണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും സ്വരച്ചേർച്ചയില്ലാതിരിക്കും, അവിടെ പ്രശ്നങ്ങളുണ്ടാകും. അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഫാ കുന്നിൻ്റെ മുകളിൽ കയറി തൻ്റെ കുടുംബക്കാരെ വിളിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അത് ഏതൊരു പ്രവാചകൻ വന്നപ്പോഴും ഈ സംഭവങ്ങൾ പരസ്പരം 2 കക്ഷികളായി മാറുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. അങ്ങനെ സമൂദ് ഗോത്രത്തിലേക്ക് സ്വാലിഹ് നബി അലൈഹിസ്സലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞപ്പോൾ അവിടെ പ്രശ്നങ്ങളുണ്ടായി, പ്രശ്നകലുഷിതമായ അവസ്ഥയുണ്ടായി. അവർ തർക്കിക്കാൻ തുടങ്ങി. നമ്മുടെ മുൻഗാമികളായ ആളുകൾ നമുക്ക് കാണിച്ചു തന്ന മാർഗത്തെ വെടിഞ്ഞ് ഏക ഇലാഹിനെ ആരാധിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത് എന്നിങ്ങനെയുള്ള രൂപത്തിലുള്ള ചർച്ചകളുണ്ടായി. ഇവിടെ 2 കക്ഷികളായി, ഫഇദാഹും ഫരീഖാൻ എന്ന് പറഞ്ഞ് 2 കക്ഷികളായി എന്ന് പറഞ്ഞാൽ അവിടെ ഒന്ന് വിശ്വാസികളായ സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമും സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിൽ വിശ്വസിച്ച ആളുകളും ഒരു കക്ഷി, രണ്ടാമത്തത് അവിശ്വസിച്ചവർ, സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിനെ തള്ളിപ്പറഞ്ഞവർ, സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിനെ കുറ്റം പറയുന്നവർ, സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിനെ തെറി പറയുന്നവരായിക്കൊണ്ട് മറ്റൊരു വിഭാഗമായി. ഇങ്ങനെ 2 വിഭാഗമാണ് അവിടെ ഉണ്ടായിരുന്നത്. നിഷേധിച്ചവർ കടുത്ത അക്രമികളാണ്. അതിൽ സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിനെ നിഷേധിച്ച രണ്ടാമത്തെ വിഭാഗം ആളുകൾ കടുത്ത അക്രമികളും അതുപോലെ തന്നെ തർക്കബുദ്ധിയുള്ള ആളുകളും ധിക്കാര ബുദ്ധിയുള്ള ആളുകളുമെന്ന് വിശുദ്ധ ഖുർആൻ തന്നെ എടുത്തു പറയുന്നുണ്ട്. 46-ാമത്തെ ആയത്ത് നമുക്ക് ശ്രവിക്കാം. قال يا قوم لم تستعجلون بالسيئة قبل الحسنة لولا تستغفرون الله لعلكم ترحمون. قال يا قوم, സമൂദ് ഗോത്രത്തിലേക്ക് അയക്കപ്പെട്ട സ്വാലിഹ് നബി അലൈഹിസ്സലാം സമൂദ് ഗോത്രത്തിലെ ആളുകളെ വിളിച്ചുകൊണ്ട് പറയാണ്, ഖാല യാ ഖൗം, എൻ്റെ സമുദായമേ, ലിമ തസ്തഅജിലൂൻ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ധൃതിപ്പെടുന്നത്? എന്തിനാണ് ധൃതിപ്പെടുന്നത്? ബിസ്സയ്യിഅത്തി, തിന്മകൾ കൊണ്ട്, ഖബിലൽ ഹസൻ, നന്മകൾ ചെയ്യുന്നതിന് മുമ്പ് തിന്മകൾ കൊണ്ട് എന്തിനാണ് നിങ്ങൾ ഈ ധൃതിപ്പെടുന്നത്? ലൗലാ തസ്തഗ്ഫിറൂനല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്തു കഴിഞ്ഞാൽ ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾക്ക് റഹ്മത്ത് ലഭിച്ചേക്കാം എന്ന് ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു തആല സമൂദ് ഗോത്രത്തിലേക്ക് നൽകിയ ഉപദേശത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ ഈ ആയത്ത് നമുക്ക് മനസ്സിലാക്കി തരുന്നത് സ്വാലിഹ് നബി അലൈഹിസ്സലാമും അതുപോലെ തന്നെ അവരിൽ അവിശ്വസിച്ച രണ്ടാമത്തെ വിഭാഗമായ ആളുകളും തമ്മിൽ പരസ്പരം പല വിഷയങ്ങളിൽ വാഗ്വാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്, തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ തർക്കത്തിൽപ്പെട്ട ഒരു വിഷയമാണ് ഇതൊക്കെ പറഞ്ഞു കൊടുത്തു, നന്മകളെല്ലാം പറഞ്ഞു കൊടുത്തു, സത്യമാർഗം പറഞ്ഞു കൊടുത്തു. എന്നിട്ടും അവർ അത് അംഗീകരിക്കാതെ അവർ തിന്മയിൽ മുഴുകി. അങ്ങനെ തിന്മയിൽ മുഴുകിയ സാഹചര്യത്തിൽ അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സ്വാലിഹ് നബി അലൈഹി സ്വലാം, ലിമ തസ്തഅജിലൂൻ, നിങ്ങൾ എന്തിനാണ് ഈ ധൃതിപ്പെടുന്നത്? നിങ്ങൾ എന്തിനാണ് ലിമ തസ്തഅജിലൂന ബിസ്സയ്യിഅ, തിന്മ കൊണ്ട് നിങ്ങൾ മുന്നേറുന്നത് എന്തിനാണ്? നിങ്ങൾ ധൃതിപ്പെടുന്നത് എന്തിനാണ്? ഖബിലൽ ഹസൻ, നന്മകൾ ചെയ്യുന്നതിന് മുമ്പ്. നിങ്ങൾ നന്മകളാണ് ചെയ്യേണ്ടത്, പക്ഷേ ആ നന്മകൾ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ധൃതിപ്പെട്ടുകൊണ്ട് തിന്മകളിൽ വ്യാപൃതരാകുന്നത് എന്തിനു വേണ്ടി? ലൗലാ തസ്തഗ്ഫിറൂനല്ലാഹ്, അള്ളാഹുവിനോട് നിങ്ങൾ പാപമോചനം തേടിയിരുന്നുവെങ്കിൽ ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾക്ക് അള്ളാഹു റഹ്മത്ത് ചെയ്തേക്കാം എന്ന് ഇവിടെ സ്വാലിഹ് നബി അലൈഹി സ്വലാം തൻ്റെ സമുദായത്തെ ഉണർത്തുകയാണ്. അവർ തിന്മകൾ ചെയ്ത് വ്യാപൃതരായി, നന്മകൾ ഒഴിവാക്കി, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് വിദൂരത്തിലായി. അവിടെയാണ് ഈ സംസാരം നടക്കുന്നത്. അപ്പോൾ ഇത്തരം സംസാരങ്ങൾ നടക്കുമ്പോൾ പോലും എതിരിടുന്ന ആളുകൾ അവരുടെ എതിർപ്പ് വർദ്ധിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അവരുടെ അഹങ്കാരം വർദ്ധിച്ചു, അവരുടെ ധിക്കാരം വർദ്ധിച്ചു. അങ്ങനെ ധിക്കാരവും അഹങ്കാരവും ഒക്കെ വർദ്ധിച്ച സമയത്ത് സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിനോട് തിരിച്ചു ചോദിക്കുകയാണ്, നീ ദൈവദൂതനാണ് എങ്കിൽ, നീ സത്യം പറയുന്ന ആളാണെങ്കിൽ
നീ പറഞ്ഞ താക്കീതുകൾ കൊണ്ടുവാ. അതായത് തിന്മകൾ ചെയ്താൽ ശിക്ഷയുണ്ട്, മോശപ്പെട്ട പ്രവർത്തനങ്ങളിലൂടെ നരകത്തിലേക്ക് പോകേണ്ടി വരും, ദുനിയാവിൽ തന്നെ ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരും, മുൻകഴിഞ്ഞ സമുദായത്തിലേക്ക് അത്തരത്തിൽ ശിക്ഷകൾ ഇറക്കപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പലയാവർത്തി തൻ്റെ സമുദായത്തിലേക്ക് താക്കീതുകൾ നൽകിയിട്ടും അവർ അംഗീകരിച്ചില്ല. ധിക്കാരം അവരുടെ വിവേകത്തെ അതിജയിച്ചു. ആ സമയത്ത് അവർ ചോദിക്കുകയാണ്, നീ പറയുന്നത് സത്യമാണെങ്കിൽ, നീ ദൈവദൂതനാണെങ്കിൽ അത്തരം ശിക്ഷകളൊന്ന് കൊണ്ടു കാണിച്ചതാ, നമ്മളൊന്ന് കണ്ടു ബോധ്യപ്പെടട്ടെ എന്ന് ധിക്കാരികളായ ആ സമുദായം സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിനോട് പറയാൻ. ശിക്ഷ കൊണ്ടുവരിക എന്ന് മാത്രമല്ല, അവർ വീണ്ടും സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിനെ നിഷേധിക്കുവാനും വിശ്വാസികളെ കളിയാക്കുവാനും വീണ്ടും പറഞ്ഞ ചില വാചകങ്ങൾ. അതാണ് 47-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല വിശദീകരിക്കുന്നത്. നമുക്ക് ആ ആയത്ത് കേൾക്കാം. قالوا اطيرنا بك وبمن معك قال طائركم عند الله بل أنتم قوم تفتنون. قالوا അവർ പറഞ്ഞു, طيرنا നമുക്ക് ശാപം ഏറ്റിരിക്കുകയാണ്, ബിക നിന്നെ കൊണ്ട്, വബിമൻ മഅക് നിന്റെ കൂടെയുള്ള ആളുകളെ കൊണ്ടും. അതായത് സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിനോട് പറയുകയാണ്, സ്വാലിഹെ നീ കാരണം, നിന്റെ ആളുകൾ കാരണം നമുക്കിപ്പോൾ ശാപമേറ്റിരിക്കുകയാണ്, ശകുനപ്പിഴ വന്നിരിക്കുകയാണ്. ഖാല ത്വാഇറുക്കും ഇൻദല്ലാഹ്, അല്ല നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അല്ല കാര്യം എന്ന് സ്വാലിഹ് നബി അലൈഹി ഇസ്ലാം തിരിച്ചു പറഞ്ഞു കൊടുക്കുകയാണ്. അത് അള്ളാഹുവിൻ്റെ അടുക്കൽ തീരുമാനിക്കപ്പെട്ട സാധനമാണ്. ബൽ അൻതും ഖൗമുൻ തുഫ്തനൂൻ, നിങ്ങൾ ദൈവിക പരീക്ഷണത്തിന് വിധേയമാക്കപ്പെടുന്ന ഒരു സമുദായമാണ് എന്ന് തിരിച്ചു പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിനെ കളവാക്കാനും സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ആദർശത്തെ മോശപ്പെടുത്താനും പരിഹസിക്കാനും വേണ്ടി അവർ അന്ന് ആ നാട്ടിൽ ഇറങ്ങിയ ശിക്ഷകളെക്കുറിച്ച് അത് അവർ കാരണമാണ് ഉണ്ടായത് എന്ന് പ്രചരിപ്പിച്ചു. സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമും അവരിൽ വിശ്വസിച്ച ആളുകളും, അതായത് വിശ്വാസികളായ ആളുകൾ കാരണമാണ് ആ നാട്ടിൽ ക്ഷാമമുണ്ടായത്, ആ നാട്ടിൽ വരൾച്ച ഉണ്ടായത്, അതുപോലെ തന്നെ ആ നാട്ടിൽ ഭക്ഷ്യലഭ്യത കുറഞ്ഞത്. ഇങ്ങനെ അവർക്ക് ബാധിച്ച എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം വിശ്വാസികളായ സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമും കൂട്ടരുമാണ് എന്ന് ആളുകൾക്കിടയിൽ പ്രചരിപ്പിച്ചു. പക്ഷേ സ്വാലിഹ് നബി അലൈഹി ഇസ്ലാം അവിടെ തിരുത്തിക്കൊടുത്തു. അങ്ങനെയല്ല, നിങ്ങളുടെ ധിക്കാരവും നിങ്ങളുടെ അഹങ്കാരവും കാരണം, നിങ്ങളുടെ നിഷേധവും കാരണം അള്ളാഹു തീരുമാനിച്ച ഒരു തീരുമാനമാണിത്, നിങ്ങൾക്ക് നേരെ ഇറങ്ങിയ ഒരു പരീക്ഷണമാണിത്, അതുകൊണ്ട് നിങ്ങൾ വിശ്വാസത്തിലേക്ക് കടന്നു വരൂ എന്നൊക്കെ പറഞ്ഞു നോക്കി. പക്ഷേ അവരുടെ അഹങ്കാരം വർദ്ധിക്കുക മാത്രമാണ് അതിലൂടെയും ഉണ്ടായത് എന്നതാണ് തൊട്ടടുത്ത വചനങ്ങൾ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. 48-ാമത്തെ ആയത്ത് നമുക്ക് ശ്രവിക്കാം. وكان في المدينة 9 رهط يفسدون في الأرض ولا يصلحون. വക്കാന ആയിരുന്നു ഫിൽ മദീനത്തി ആ നാട്ടിൽ, ആ ഒരു പട്ടണത്തിൽ, 9 റഹ്തിൻ 9 അക്രമ സംഘങ്ങൾ, മല്ലന്മാരായ ശക്തരായ 9 അംഗ സംഘം അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. യുഫ്സിദൂന ഫിൽ അർദ്, അവർ ഭൂമിയിൽ കുഴപ്പങ്ങൾ മാത്രമാണ് സൃഷ്ടിക്കുന്നത്. വല യുസ്ലിഹൂൻ, അവർ ഭൂമിയിൽ നല്ലതൊന്നും പ്രവർത്തിക്കുന്നില്ല. നന്മകൾക്ക് അവർക്ക് ചെയ്യാൻ സമയമില്ല. വല യുസ്ലിഹൂൻ, നന്മയുണ്ടാക്കാൻ അവർക്ക് സാധ്യമല്ല. അവർ ഭൂമിയിൽ ധാരാളം പ്രശ്നങ്ങൾ മാത്രമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിന് പ്രത്യേകമായി നൽകപ്പെട്ട ഒരു സമൂദ് ഗോത്രത്തിലേക്ക് പ്രത്യക്ഷ ദൃഷ്ടാന്തമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല അവതരിപ്പിച്ച ഒരു ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ് ഒട്ടകമെന്നുള്ളത്. ആ ഒട്ടകത്തെ ഈ 9 അംഗ സംഘത്തിൽ നിന്ന് ഒരു മല്ലനായ മനുഷ്യൻ ആ ഒട്ടകത്തെ അറുകൊല ചെയ്യുകയാണ്. ആ ദൃഷ്ടാന്തത്തിനെ നശിപ്പിച്ചതുകൊണ്ട് തന്നെ സ്വാലിഹ് നബി അലൈഹി ഇസ്ലാം അവിടെ ആ സമുദായത്തിലേക്ക് 3 ദിവസത്തെ അവധിയാണ് വഹി മുഖേന നൽകുന്നത്. 3 ദിവസം, അതിനുള്ളിൽ നിങ്ങൾ പശ്ചാത്തപിച്ചു മടങ്ങിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ശിക്ഷ വന്നു ഭവിക്കും എന്ന് സൂചനകൾ നൽകി. അപ്പോൾ ഇതൊക്കെ പറയുമ്പോഴും
സമൂദ് ഗോത്രത്തിലെ ആളുകൾക്ക്, നിഷേധികളായ ആളുകൾക്ക് ഒന്നുകൂടെ അവരുടെ അഹങ്കാരം വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിനെ അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിനെ പരമാവധി കളിയാക്കുവാനും പരമാവധി മോശപ്പെടുത്തുവാനും ഇകഴ്ത്തുവാനും പരിശ്രമിച്ചിട്ടേ ഉള്ളൂ ആ സമുദായം. സ്വാലിഹ് നബി അലൈഹി ഇസ്ലാം ഓരോന്നും ഇങ്ങനെ അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നേരായ മാർഗം, അതുപോലെ തന്നെ ശിക്ഷയെക്കുറിച്ച് ഒക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ, നീ സത്യവാനാണെങ്കിൽ നീ വേഗം കൊണ്ടുവാ, നമ്മളൊന്ന് കാണട്ടെ എന്നുവരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ താക്കീതുകൾ നൽകി, അങ്ങനെ ഈ താക്കീത് നൽകി അവരോട് ബോധനം നൽകിക്കൊണ്ടേയിരുന്നു. ആ സമയത്ത് ഈ 9 അംഗ സംഘം ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടാക്കി. ദൃഷ്ടാന്തമായി അള്ളാഹു അവതരിപ്പിച്ച ആ ഒരു ഒട്ടകത്തെ അറുകൊല നടത്തി. ആ അറുകൊല നടത്തിയപ്പോൾ വീണ്ടും താക്കീത് നൽകി 3 ദിവസത്തെ അവധി. ഇത് പറഞ്ഞപ്പോൾ അവർക്ക് വീണ്ടും അവരുടെ അഹങ്കാരം വർദ്ധിച്ചു. അങ്ങനെ ഈ 9 അംഗ സംഘം പരസ്പരം ഒരു ഗൂഢാലോചന നടത്തുന്ന വിഷയമാണ് 49-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മോട് പഠിപ്പിക്കുന്നത്. ആ ആയത്ത് നമുക്ക് ശ്രവിക്കാം. قالوا تقاسموا بالله لنبيتنه وأهله ثم لنقولن لوليه ما شهدنا مهلك أهله وإنا لصادقون. قالوا تقاسموا بالله. അവർ പരസ്പരം പറഞ്ഞു തഖാസമു, പരസ്പരം സത്യം ചെയ്യാൻ, ബില്ല, അള്ളാഹുവിനെ കൊണ്ട്. അള്ളാഹുവിനെ അവർ അറിയുമായിരുന്നു. എന്നിട്ടാണ് അള്ളാഹുവിന് പുറമെയുള്ള ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് എന്ന് ഈ ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവർ അള്ളാഹുവിനെ കൊണ്ടാണ് സത്യമിടുന്നത്. ഖാലു തഖാസമു ബില്ലാ, അള്ളാഹുവിൽ സത്യം ചെയ്തുകൊണ്ട് അവർ പരസ്പരം പറഞ്ഞു, ലനുബയ്യിതന്നഹു, തീർച്ചയായും രാത്രി രാക്കൊല ചെയ്യും. ആരെ? സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിനെ രാക്കൊല ചെയ്യുമെന്ന് 9 അംഗ സംഘം പരസ്പരം സത്യം ചെയ്തു. മാത്രമല്ല വഅഹ്ലഹു, സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിനെ മാത്രമല്ല, സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിൽ വിശ്വസിച്ച ആളുകളെയും കൊല്ലും. സുമ്മ ലനഖൂലന്ന, എന്നിട്ട് നമ്മൾ പറയുക തന്നെ ചെയ്യും, ലി വലിയിഹി, അവരുടെ വലിയകളോട്, രക്ഷിതാക്കളോട്, അതായത് സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെയും വിശ്വസിച്ച ആളുകളുടെയും രക്ഷിതാക്കൾ ആ സമയത്ത് ജീവിച്ചിരിപ്പുണ്ട്. കൊന്നുകഴിഞ്ഞാൽ അവർ സ്വാഭാവികമായും ചോദ്യം ചെയ്യാൻ വേണ്ടി വരും എന്നത് ഉറപ്പാണ്. കാരണം ഇവർ അറിയപ്പെട്ട, നമ്മുടെ നാട്ടിൽ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ ഗുണ്ടകൾ എന്ന് വേണമെങ്കിൽ പറയാം, 9 പേർ ചേർന്നുള്ള ഒരു സംഘം. അവർ പരസ്പരം സത്യം ചെയ്യുകയാണ്, സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിനെ കൊലപ്പെടുത്തണം, സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിൽ വിശ്വസിച്ച ആളുകളെയും കൊലപ്പെടുത്തണം. അങ്ങനെ കൊലപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും ആളുകൾ ചോദിക്കും, നിങ്ങളാണോ ചെയ്തത് എന്ന്. അപ്പോൾ അവർ പറയുക തന്നെ ചെയ്യും, മാ ഷഹിദിന, നമുക്ക് കണ്ടിട്ടില്ല, നമ്മൾ അറിഞ്ഞിട്ടില്ല, നമ്മൾ കണ്ടിട്ടില്ല, നമ്മൾ അറിഞ്ഞിട്ടില്ല എന്ന് പറയും. മഹ്ലിക അഹ്ലിഹി, തൻ്റെ കുടുംബക്കാർ നശിച്ച വിഷയം നമ്മൾ അറിഞ്ഞിട്ടില്ല, കണ്ടിട്ടില്ല എന്ന് പറയും. വ ഇന്നാ ലസ്വാദിഖൂൻ, എന്നിട്ട് അവർ കള്ളസത്യം പറയും, നമ്മൾ സത്യമാണ് പറയുന്നത് എന്ന്. അവർ ചെയ്തിട്ട് അവർ തന്നെ പറയും, ഞങ്ങൾ സത്യമാണ് പറയുന്നത്, ഞങ്ങൾ കണ്ടിട്ടില്ല എന്നവർ പറയുമെന്നുള്ളതാണ്. അപ്പോൾ സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിനെ രാത്രിയിൽ അറുകൊല ചെയ്യാനാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ ഇതൊക്കെ അറിയുന്നവനായ അള്ളാഹു, അവർ പ്ലാൻ ചെയ്തതും അവർ ചിന്തിച്ചതും അവർ പ്ലാൻ ഇട്ടതും പറഞ്ഞതുമെല്ലാം അള്ളാഹു അറിഞ്ഞു. അവരുടെ കുതന്ത്രത്തെ മനസ്സിലാക്കി. ആ മനസ്സിലാക്കിയ അള്ളാഹു അവർക്ക് മറുപടിയായിക്കൊണ്ട്, അവരുടെ വിഷയങ്ങൾക്ക് നടപടിയായിക്കൊണ്ടും എടുത്ത വിഷയമാണ് തൊട്ടടുത്ത ആയത്തിൽ 50-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നത്. ആ ആയത്ത് നമുക്ക് ശ്രവിക്കാം. ومكروا مكرا ومكرنا مكرا وهم لا يشعرون. ومكروا مكرا, അവർ ഒരു കുതന്ത്രം പ്ലാൻ ഇട്ടു, അവർ ഒരു കുതന്ത്രം പ്രയോഗിച്ചു. അപ്പോൾ ഒമക്കർന മക്രൻ, അള്ളാഹുവും ഒരു കുതന്ത്രം പ്രയോഗിച്ചു, അവർ അറിയാതെ. വഹും ലാ യശ്ഉറൂൻ, അവർ അറിയാതെ ഒരു കുതന്ത്രം അവർക്ക് മേൽ അള്ളാഹു പ്രയോഗിച്ചു. അപ്പോൾ ഈ ആയത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, എത്ര രഹസ്യമായിക്കൊണ്ട്, എത്ര
ഗൂഢമായിക്കൊണ്ട് ആലോചിച്ചാലും ചിന്തിച്ചാലും അതെല്ലാം അറിയുന്നവൻ അല്ലാഹുവാണ്. വിശ്വാസികൾക്കെതിരെ ആരൊക്കെ ഇത്തരം ഗൂഢാലോചനകൾ നടത്തിയാലും അല്ലാഹു അറിയും. അല്ലാഹു അതിന് കണക്കായ രൂപത്തിൽ തിരിച്ചു മറുപടി ചെയ്യും എന്നുള്ളത് ഈ ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വിശ്വാസികളെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം അല്ലാഹു ഏറ്റെടുത്തിട്ടുണ്ട്. ഇൻ തൻസുറുല്ലാഹ് യൻസുറുക്കും വയുസബ്ബിത് അഖ്ദാമക്കും. അല്ലാഹുവിനെ സഹായിക്കുകയാണെങ്കിൽ അല്ലാഹു നമ്മെയും സഹായിക്കും, അതുപോലെ തന്നെ വിശ്വാസികളെ സഹായിക്കും, അതുപോലെ തന്നെ വയുസബ്ബിത് അഖ്ദാമക്കും, അവരുടെ കാൽപാദങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പിച്ചു നിർത്തുമെന്നുള്ളത് അല്ലാഹുവിൻ്റെ വാഗ്ദാനമാണ്. അതാണ് സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിനെയും അവരിൽ വിശ്വസിച്ച ആളുകളെയും അറുകൊല നടത്താൻ വേണ്ടി നിഷേധികളായ ആളുകൾ, അതിൽ മല്ലന്മാരായ 9 അംഗ സംഘം അവർ പ്ലാൻ ചെയ്തപ്പോൾ, അവർ പരസ്പരം സത്യം ചെയ്തു പറഞ്ഞപ്പോൾ, അങ്ങനെ ഒരു മക്കർ, അതായത് ഒരു പ്ലാൻ, ഒരു ഗൂഢാലോചന ഇട്ട് അങ്ങനെ ചതിക്കാൻ വേണ്ടി പരിശ്രമിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നേരെ, അവരറിയാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രയോഗം നടത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എത്ര രഹസ്യമാക്കി വച്ചാലും അല്ലാഹു അറിയുമെന്ന ഒരു ചിന്ത ഈ ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏതിരുന്നാലും അവർ പ്ലാൻ ചെയ്തു, അവരുടെ പ്ലാനുകൾ നടന്നിട്ടില്ല. അല്ലാഹു നടത്തിയ പ്ലാൻ അതാണ് അവരുടെ മേൽ നടന്നത്. അതെന്താണ് എന്ന് ഇൻഷാ അല്ലാഹ് വരുന്ന ആയത്തുകളിലൂടെ നമുക്ക് പഠിക്കാം. അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് ശ്രവിക്കാം. കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കുവാനും ആയത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങി കാര്യങ്ങളെ മനസ്സിലാക്കി അതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുവാനും നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.